ഇന്ന് മാർത്തോമായുടെ മാധ്യസ്ഥത്തിലുള്ള ഒരു പ്രത്യേക ദിനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്തയും മാർത്തോമായോടും ആ പൈതൃകത്തോടും ചേർന്ന് തന്നെ ആകണം എന്ന് ഞാൻ വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു മാർത്തോമായുടെ പൈതൃകത്തെ സംബന്ധിച്ച് വിശ്രുതമായ ഒരു കാര്യം പറഞ്ഞു. The tradition of Saint Thomas belongs to the whole Indian heritage. മാർത്തോമായുടെ പൈതൃകം എന്നത് ഭാരതത്തിൻ്റെ സവിശേഷമായതും എല്ലാവർക്കും ഉള്ളതുമായ ഒരു പൈതൃകമാണ്. അത് ഭാരതത്തിൻ്റെ പൊതു പൈതൃകത്തിൻ്റെ ഭാഗമാണ്, അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അത് പറഞ്ഞിട്ട് ഏകദേശം 3/4 നൂറ്റാണ്ടാവുന്നു. മാർത്തോമായുടെ പൈതൃകം എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, കലർപ്പില്ലാതെ സുവിശേഷം ഭാരത മക്കൾക്ക് ലഭിക്കുവാൻ ഇടയാക്കിയതിനെ ഓർക്കുന്നതാണ് ആ പൈതൃകം. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നുവെന്നും അത് നമ്മുടെ സ്വകാര്യമായ ഒരു അനുഭവമാണ് എന്നതുപോലെ എല്ലാവർക്കും അനുഭവവേദ്യമായ ക്രിസ്തു പൈതൃകത്തിൻ്റെ തുടർച്ചയാണെന്നും നാം ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേരളീയർ അതിനെ പ്രത്യേകമായും കാണുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും അതിൽ അഭിമാനത്തോടെ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സമർപ്പിതരായി നിൽക്കുവാൻ പ്രതീക്ഷിക്കപ്പെടുന്നവരാണ്. സുവിശേഷത്തിൽ ശ്ലീഹന്മാരെ വ്യത്യസ്ത തരങ്ങളിലാണ് അനുസ്മരിക്കുക. മാർത്തോമായും പ്രധാനമായും 2 തരത്തിലാണ് ശ്ലീഹന്മാർ അല്ലെങ്കിൽ സുവിശേഷകർ അനുസ്മരിക്കുക. സുവിശേഷകന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായി അകവൃത്തത്തിലുണ്ടായിരുന്ന 3 പേരുൾപ്പെടെയുള്ള പ്രത്യേക 12 ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവായി അവരുടെ ലിസ്റ്റ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിങ്ങനെ ലിസ്റ്റ് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഒരുവനായി മാർത്തോമായെ ചേർത്ത് പറയുന്നുണ്ട്. അത് ആദ്യ 3 സുവിശേഷകരും അത്തരത്തിൽ ചേർക്കുന്നുണ്ട്. എന്നാൽ മാർത്തോമായുടെ പ്രത്യേകമായ ചില കാര്യങ്ങൾ, മാർത്തോമാ ശ്ലീഹായോട് ചേർന്നുള്ള വ്യക്തമായും പ്രത്യേകമായും മാർത്തോമായെ ഓർത്തുകൊണ്ടുള്ള പൈതൃകം നൽകുന്നത് ശ്ലീഹന്മാരിൽ ഇളയവനായ, ദീർഘകാലം സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുകയും സ്വാഭാവിക മരണം പ്രാപിക്കുകയും ചെയ്ത യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹം കുറച്ച് വാചകങ്ങളിലെങ്കിലും മാർത്തോമായെ സംബന്ധിച്ച് പ്രത്യേകമായ ചില കാര്യങ്ങൾ തൻ്റെ സുവിശേഷത്തിൽ ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷകർ 12 അപ്പോസ്തലന്മാരിൽ നിന്നുള്ളവർ 2 പേര് മാത്രമേ സുവിശേഷം എഴുതിയിട്ടുള്ളൂ. ഒന്ന് ഇപ്പം പരാമർശിക്കപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പലരും എഴുതുകയും പലതും ഇപ്പോൾ സഭയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അപ്പോൾ അനുഭവവേദ്യമാവുകയും ആരാധിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ടുള്ള സാക്ഷ്യവും തുടർ സാക്ഷ്യവും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ചോ ആദ്യകാലങ്ങളിലെ കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു വിവരണവും അദ്ദേഹം ചേർത്തിട്ടില്ല. മറ്റ് സുവിശേഷകന്മാർ ലൂക്കോസ് എവൻഗേലിസ്റ്റനോ അതുപോലെ തന്നെ മത്തായി ശ്ലീഹായോ ചേർത്തിരിക്കുന്നത് പോലെ ചേർത്തിട്ടില്ല. അങ്ങനെയുള്ള പ്രത്യേകമായ വിവരണം നൽകുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ആണ് മാർത്തോമാ ശ്ലീഹായെ സംബന്ധിച്ച് പ്രത്യേകമായ ചില വിവരങ്ങൾ നൽകുന്നത്. പിന്നെ ശ്ലീഹന്മാരിൽ നിന്ന് 12 അപ്പോസ്തലന്മാരിൽ നിന്ന്
ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചും മറ്റുമൊക്കെ എഴുതുന്നതും സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ളതും മത്തായി ശ്ലീഹയാണ്. അദ്ദേഹം യഹൂദ സമൂഹത്തെ, ക്രൈസ്തവരെ, യഹൂദ വിഭാഗത്തിൽ നിന്ന് ക്രൈസ്തവരായവരെ മുഖ്യമായി കണ്ടുകൊണ്ട് അവരുടെ മുമ്പാകെ അവർക്ക് പരിചിതമായ മോശൈക പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ നോക്കൂ, പുതിയ മോശ നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സംബന്ധിച്ച് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹവും ശ്ലീഹന്മാരെ സംബന്ധിച്ചും മറ്റുമൊക്കെ കുറച്ചായി ചേർക്കുമ്പോൾ അദ്ദേഹം മോർത്തോമായെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹവും സുവിശേഷം എഴുതിയിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും ലൂക്കോസ് എവൻഗലിസ്തനും മർക്കോസ് എവൻഗലിസ്തനും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. പത്രോസ്ലീഹായുടെ ശിഷ്യനായിരുന്നു, ദ്വിഭാഷിയായിരുന്നു മർക്കോസ് എവൻഗലിസ്തൻ. അദ്ദേഹമായിരിക്കണം ഈ സുവിശേഷങ്ങളിൽ 4 എഴുതപ്പെട്ടതിൽ ആദ്യത്തേത് അദ്ദേഹം എഴുതിയതാകണം. എന്നാൽ ലൂക്കോസ് എവൻഗലിസ്തൻ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ പതിതരോടുള്ള പ്രത്യേകമായ മമത വെച്ചുകൊണ്ട് അദ്ദേഹം ചില പ്രത്യേകമായ വിവരണങ്ങൾ നൽകിക്കൊണ്ട് ഊന്നലുകളോടെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എന്നാൽ വിജാതീയ അപ്പോസ്തലനായി ചേർക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ്റെ ശിഷ്യനും ദ്വിഭാഷിയുമായി ചേർക്കപ്പെട്ടയാളാണ് ലൂക്കോസ്. നോക്കൂ, യേശുവിനെ സംബന്ധിച്ച് എഴുതുന്നവരിൽ ഈ 4 പേരിൽ തന്നെ തലമുറ മാറ്റമുണ്ടായിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും 1-ാം തലമുറ, ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായുള്ളവരുടെ തലമുറ 2-ാം തലമുറ, അവരുടെ ശിഷ്യന്മാരായിരിക്കുന്നവരും നൽകുന്ന വിവരണങ്ങൾ സുവിശേഷാനുഭവത്തിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ആദിമസഭയുടെ പൈതൃകമാണ്. ആദിമസഭ നെഞ്ചേറ്റി സൂക്ഷിച്ച് കൈമാറിയ അവരുടെ ഓർമ്മകൾ പിന്നെയും പിന്നെയും ഓർത്തെടുക്കുവാൻ കൈമാറിയ ആ വലിയ പൈതൃകമാണ് സുവിശേഷങ്ങൾ. അവിടെയാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ പൈതൃകം സംബന്ധിച്ചുള്ള ബോധ്യം. The tradition of Saint Thomas belongs to the whole Indian heritage എന്ന് പറയുമ്പോൾ ആ പൈതൃകം അത് ഉയർത്തിപ്പിടിക്കുവാൻ, നെഞ്ചേറ്റി സൂക്ഷിക്കുവാൻ, അത് കലർപ്പില്ലാതെ നമുക്ക് ലഭിച്ചതുപോലെ അത് ഉദാരവാദികളായി കൊടുക്കുവാൻ, എന്നാൽ അതേസമയം കലർപ്പില്ലാതെ കൊടുക്കുവാൻ നമുക്ക് ചുമതലയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അങ്ങനെയുള്ള സുവിശേഷകന്മാരിൽ വിശുദ്ധ യോഹന്നാൻ്റെ വിവരണത്തിൽ പ്രത്യേകമായും ചേർത്തിട്ടുള്ള മോർ തോമാസ് ശ്ലീഹായിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിന് സൽപ്രമാണങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന് മോർ തോമായിൽ നിന്നുള്ള സൽപ്രമാണങ്ങൾ യോഹന്നാൻ നൽകുന്നത്, അതാണ് നമുക്കിന്ന് ചിന്തയ്ക്കായി എടുക്കുന്നത്. ഒന്നാമത്തേത്, അദ്ദേഹത്തെ സംബന്ധിച്ച്, മോർ തോമായെ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്ന വിവരണം നിയോഗനിഷ്ഠയിലെ അദ്ദേഹത്തിൻ്റെ ധൈര്യം സംബന്ധിച്ചാണ്. വെറും വിപതി ധൈര്യം മാത്രമല്ല, ഓൾ ത്രൂ ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് ദ കമ്മിറ്റഡ് മിഷണറി ലൈഫ് ഹീ വാസ് സംതിങ് ഗ്രേറ്റ് ആൻഡ് കറേജിയസ് ഇനഫ്. അദ്ദേഹം ധൈര്യപൂർവമായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് നിലകൊണ്ട ആളായിരുന്നു. ആ ധൈര്യം കൈമാറുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ധൈര്യം സൂക്ഷിച്ച ആളായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാനാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം ഇതിൻ്റെ 16-ാമത്തെ വാക്യം, ദിദിമോസ് എന്നു പേരുള്ള തോമാസ് സഹശിഷ്യരോട് പറഞ്ഞു എന്ന് ഉള്ള രൂപത്തിലാണ് വേദഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അവനോടുകൂടെ, യേശുവിനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന്. ബഥാന്യയിലേക്ക് പോകുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ബഥാന്യ യേശുവിനോടുള്ള എതിർപ്പും ശത്രുതയും സുവ്യക്തമാക്കപ്പെട്ട ഒരിടമായിരുന്നു. അത് ലാസറും സഹോദരിമാരും പാർത്തയിടം മാത്രമല്ല, യേശുവിന് കുറേ അധികം എതിർപ്പ് നേരിട്ടുള്ള ഒരു സ്ഥലമാണ്.
12-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലാസർ ഉയർത്തപ്പെട്ട ശേഷം ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു പെസഹ പെരുന്നാളിന് 6 ദിവസം മുന്നേ ചെന്നു. അവിടെ ഒത്തിരി ആൾക്കാർ യേശുവിനെയും ലാസറിനെ പ്രത്യേകിച്ചും കാണുന്നതിന് വേണ്ടി വന്നു. ലാസർ വഴിയായി അനേകർ യേശുവിൽ വിശ്വസിക്കിയാൽ അവനെയും കൊല്ലണം, യേശുവിനെ മാത്രമല്ല ലാസറിനെ കൂടെ കൊല്ലണം എന്ന് ആളുകൾ, യഹൂദന്മാർ ചിന്തിച്ചു. അവരിങ്ങനെ ആലോചന നടത്തി എന്നൊക്കെ ഇവിടെ പറയുന്നു. അപ്പോൾ യേശുവിനേറെ എതിർപ്പ് നേരിട്ട, ശിഷ്യന്മാർക്ക് ഭയമുണ്ടായ ഒരു സ്ഥലമായിരുന്നു അത് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഞാൻ കേരളത്തിന് വെളിയിലൊരിടത്ത് പഠിക്കാൻ പോയി. 25 വർഷം, 27 വർഷം, 28 വർഷം മുമ്പത്തെ കഥയാണ്. രാത്രിയിലാണ് അവിടെ. ഫസ്റ്റ് ഇയേഴ്സാണ് ഞങ്ങൾ, MTH ഫസ്റ്റ് ഇയറാണ്. ഫസ്റ്റ് ഇയേഴ്സിനെ സ്വീകരിക്കുന്ന പ്രത്യേകമായ മീറ്റിംഗ് രാത്രിയിലാണ്. ഭക്ഷണമൊക്കെ 7:30 മണി മുതൽ 8:30 വരെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ പിന്നെ അവിടെ ക്യാമ്പസിലൊക്കെ പാട്ടും കൂത്തും ബഹളമൊക്കെ നടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും മുറിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ ഹോളിലേക്ക് പ്രവേശിക്കുന്നതിന് അവിടെ നല്ല വെട്ടവുമൊക്കെ ഉള്ള ക്യാമ്പസാണ്, പക്ഷേ ലൈറ്റ് മുഴുവൻ അങ്ങ് ഓഫ് ചെയ്ത്. വയസ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ ധൈര്യമൊക്കെ ഉണ്ട്, പ്രായവും ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, ആരോഗ്യവും ഉണ്ടെന്നുള്ള അഭിമാനവും ഇച്ചിരി ദൂരഭിമാനവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. പക്ഷേ എന്നാലും പെട്ടെന്ന് ലൈറ്റങ്ങ് പോയി. അവിടെ ഇവിടെയും ചെറിയ ചൂളം വിളികളും എന്തൊക്കെയോ ഓലിയിടുന്ന ശബ്ദങ്ങളും ഒക്കെ അസാധാരണമായിട്ട് കേൾക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും എന്നൊക്കെ നേരത്തെ ചിലരൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു അസാധാരണമായ ഭയം. അവരുടെ ശ്വാസത്തിൻ്റെ മിടിപ്പ് പോലും എനിക്ക് കേട്ടുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അവരിങ്ങനെ റോയായിട്ട് 2 റോയായിട്ട് നിന്ന് 10-70 പേര് റോയായിട്ട് നിന്ന് ഓരോരുത്തരെയായിട്ട് കടത്തിയാണ് ഈ വേദിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളുടെ ശ്വാസം പോലും, അതിൻ്റെ ശബ്ദം, അത് ഓർക്കുമ്പോഴേ എനിക്കിപ്പോൾ ശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഈ മൈക്കിലൂടെ. അപ്പോൾ അതും കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. ഇവന്മാർ വല്ല സൂത്രവും ഒപ്പിക്കുവോ, വല്ല കാമ്പും വെച്ച് അടിക്കുവോ എന്നൊക്കെയുള്ള വിചാരവും കൂടെയുണ്ട്. ജൂനിയർ സ്റ്റുഡൻസാണ്, പക്ഷെ അവർ അവിടുത്തെ സീനിയേഴ്സാണ്, ക്യാമ്പസിലെ സീനിയേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയവും കൂടി ഉണ്ട്. ഇതെല്ലാം എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണം. ഞാൻ പറഞ്ഞത് ആ നിമിഷത്തേക്കുള്ളതും കുഴപ്പമൊന്നും ഉണ്ടാക്കൂല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിലും അന്ന് ആൻറ്റി ഹറാസ്മെൻ്റ് പോളിസിയോ ഒന്നും സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു കാലമല്ല. ഞാൻ ചുമതല വഹിക്കുന്ന കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൽ സെമിനാരിയിലെ അച്ഛന്മാർ ചേർന്ന്, കേരളത്തിലെ മാർത്തോമ ഓർത്തഡോക്സ് CSI സെമിനാരികളിലെ അധ്യാപകരായ വൈദികർ ചേർന്ന് നടത്തുന്ന ഒരു അക്കാഡമി ഉണ്ട്, FFRRC എന്ന് പേരും. അതിൻ്റെ സെനറ്റ് സറാംപൂറിൻ്റെ കീഴിൽ MTHും DTHും ഓഫർ ചെയ്യുന്ന ഒരു അക്കാഡമിയാണ്. അപ്പോൾ അതിൻ്റെ ചുമതലയിലുണ്ടായിരുന്നുകൊണ്ട് കഴിഞ്ഞ വർഷം അവിടെ ഈ ആൻറ്റി ഹറാസ്മെൻറ്റ് പോളിസി ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ചെങ്ങന്നൂരുള്ള ഒരു തോമസ് അഡ്വക്കേറ്റിൻ്റെ സഹായം തേടിക്കൊണ്ട്, അദ്ദേഹം മാത്യൂസ് ദിദിയൻ്റെ വളരെ പ്രിയനായ ഒരു അഡ്വക്കേറ്റായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കി. ഭാരതം അത് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നേരത്തെ തന്നെ ഉണ്ടാക്കി നിയമമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വരുന്നതിന് 10-25 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ആശങ്കയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലെങ്കിലും ആ മനുഷ്യരുടെ ജൂനിയർ സ്റ്റുഡൻസ് ആണെങ്കിലും അവർ ക്യാമ്പസിലെ സീനിയേഴ്സാണെന്ന ബോധ്യത്തോടെ തങ്ങളെ സ്വീകരിക്കുന്ന ഈ ചെറിയ ഒരു പരിപാടിയുടെ മധ്യത്തിലേക്ക് പോകുന്നതിന് ഒരു ധൈര്യക്കുറവ് തോന്നിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ക്യാമ്പസുകളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത് ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, ഓർക്കാറുണ്ട്. ആകട്ടെ, യേശുവിൻ്റെ ശിഷ്യന്മാർ ആ സ്ഥലത്തേക്ക് യേശു പോകുന്നത്, ബഥാന്യയിലേക്ക് പോകുന്നത് ഭയപ്പാടോടെ കണ്ടപ്പോൾ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ
അദ്ദേഹത്തെക്കുറിച്ച് പലതും പറയും. ചാഞ്ചാട്ടമുള്ളവനെന്നും സ്ഥൈര്യം ശോഷണമുള്ളവനെന്നും സംശയ രോഗമുള്ളവനെന്നും ഒക്കെ ചിലപ്പോൾ പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകായെന്ന്. അതിൻ്റെ അർത്ഥം മരിക്കാൻ പോകണം എന്നല്ല. He was expressing his readiness for a committed life along with Jesus Christ and his other disciples. യേശുവിനോടും യേശുവിൻ്റെ താൻ ഉൾപ്പെടെയുള്ള മറ്റ് ശിഷ്യന്മാരോടും ഒക്കെ ചേർന്ന് എതിർപ്പുകളുടെ മധ്യത്തിൽ പോലും സാക്ഷ്യത്തോടെ നിലകൊള്ളുവാൻ ഉള്ള ധൈര്യം പ്രകാശിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്ന വേദഭാഗമാണ്. നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതാനുഭവത്തിലേക്ക് വരിക. ധൈര്യപൂർവമായി ജീവിതത്തെ നേരിടുവാൻ പ്രാപ്തി കണ്ടുകൊണ്ട് കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. We should always keep that readiness to life with courage and hope. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാകാം, വലിയ പ്രയാസങ്ങളുണ്ടാകാം, വലിയ നഷ്ടങ്ങളും നിരാശകളും ഉണ്ടാകാം, നിരാശ സാഹചര്യങ്ങളുണ്ടാകാം, മരണമുണ്ടാകാം, രോഗത്തിൻ്റെ കാഠിന്യമുണ്ടാകാം, വളരെ വളരെ ഉണ്ടാകാം. എൻ്റെ സുഹൃത്തായ ഒരാൾ, അയാൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപകനാണ്. അയാൾ ഇന്നലെ, ഞാൻ കോട്ടയത്തു നിന്ന്, എൻ്റെ വീട് ഇവിടെ നിന്ന് നേരെ പടിഞ്ഞാറ് വിയ്യപുരം പായിപ്പാടാണ്. അതിനടുത്ത ഗ്രാമമാണ് കാരിച്ചാൽ. അവിടെയാണ് ഞങ്ങളുടെ പള്ളിയുള്ളത്, സെൻറ്റ് ജോർജ് പള്ളി. അവിടേക്ക് ഞാൻ വരുന്ന വഴിക്ക് പരുമലയിൽ ഒരു കാര്യത്തിന് വേണ്ടി നിർത്തി. പരുമലയിൽ നിൽക്കുമ്പോൾ ഈ സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ദേവന്, അയാളുടെ മോൻ്റെ പേരാണ്, മൂത്ത മോൻ്റെ പേരാണ്. അപ്പോൾ ദേവന് ഒരു പ്രയാസം ഉണ്ടായി. ഞാൻ പറഞ്ഞു, എന്ത് പ്രയാസം? അവന് 22 വയസ്സായോ? 22 വയസ്സ് തികഞ്ഞു മിനിഞ്ഞാന്ന്. അവന് പെട്ടെന്ന് പൾസ് കുറഞ്ഞു, അവനൊരു പ്രയാസം ഉണ്ടായി. ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സൂചനയാണോ എന്നൊരു സംശയം പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ പരുമലയിലോട്ട് പോവുകയാണ്, അച്ഛനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം അവിടുത്തെ കാര്യങ്ങൾ എന്നു പറഞ്ഞു. അവിടെ ഇപ്പോൾ ആ പയ്യൻ അവിടെ പരുമല ഹോസ്പിറ്റലിൽ സുഖം പ്രാപിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞത്, ആശങ്കയോടുകൂടിയാണ് ഒരു അപ്പൻ, അദ്ദേഹം എൻ്റെ പ്രായമുള്ള, എൻ്റെക്കാളൊരു 4 വയസ്സ് താഴെയുള്ള ഒരു ആളാണ്. വളരെ മിടുക്കനായ ഒരു കായികാധ്യാപകനാണ് സെൻട്രൽ സ്കൂളിൽ. ഞാൻ പറഞ്ഞത്, ആശങ്കയുടെ, രോഗാവസ്ഥയുടെ ആശങ്കകളിലേക്ക് ചിലപ്പോൾ തള്ളിവിടുന്ന സാഹചര്യം വരാം. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തന്നെ രോഗത്തിൻ്റെ ആശങ്കയിലേക്ക് തള്ളിവിടുന്നത് വരാം. അവിടെ നാം ധൈര്യം പ്രാപിച്ചു മുന്നോട്ട് പോകാറുണ്ടോ? കാർഷിക മേഖലയിൽ ഏർപ്പെടുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കും. ഗവൺമെൻറ്റുകൾ അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ അത് വലിയ പ്രയാസത്തിലേക്ക് വരും. ഞാൻ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ചുമതലയേറ്റ 1 മാസം 30 ദിവസം 40 ദിവസമായിരിക്കുന്ന സർക്കാർ കർഷകരെ വേണ്ട രീതിയിൽ പരിഗണിച്ച് അവരുടെയൊക്കെ വേണ്ട സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ഭൂമി, നമ്മുടെ ഈ കേരളം കാർഷികമായ വൃത്തിയിൽ കുറച്ചുകൂടെ പ്രോത്സാഹനത്തോടുകൂടി കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തെങ്ങിൻ്റെ മേഖല, നെൽകർഷക മേഖല, റബ്ബറിൻ്റെ മേഖല, എള്ളിൻ്റെ മേഖല, അങ്ങനെ വ്യത്യസ്തങ്ങളായ കൃഷി മേഖലകൾ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെയുള്ളത്. കർഷകർ ധൈര്യമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അവർക്ക് ആകട്ടെ എന്നാഗ്രഹിക്കുകയാണ്. ഞാൻ താറാവ് കർഷകർ ഏറെയുള്ള ഒരു പള്ളിയിൽ കുറേ കാലം മുമ്പ് സേവനമനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം അവിടെ 2ാം തവണയും അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ എന്നെ കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ താറാവ് കർഷകർ നേരിടുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ബോധ്യമുള്ളവരായിരിക്കാം, ചിലപ്പോൾ ആകണമെന്നില്ല. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിൽ ആ പള്ളിയിലേക്ക് ഒസ്താദ്യോ സെരുമേനി അയച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ പള്ളിയിൽ ഉള്ള 55-58 വീടുകളിൽ ഏകദേശം 40 വീട്ടുകാരും താറാവ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. എനിക്കാണെങ്കിൽ ഒരു പരിചയവുമില്ല കാര്യത്തെക്കുറിച്ച്.
അതുകൊണ്ട് ഇവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് അറിയില്ല. ഞാൻ തിരക്കുകയുണ്ടായി. അപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞു, മോളെ പപ്പ എന്തിയെ? ആ പപ്പ ഇന്നടത്ത് പോയിരിക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ ഒരു താറാവിനെയും കൊണ്ട് ദൂരസ്ഥലത്തേക്ക് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അത് എനിക്കറിയാം, അത് തൃശ്ശൂരിനും ചാലക്കുടിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ എടുത്തു കഴിഞ്ഞ് അവർ തീറ്റയൊക്കെ ഇവിടുത്തെ തീറ്റയെല്ലാം തീർന്നു കഴിഞ്ഞ് അവർ അവരുടെ താറാവിനെ അവിടെ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. 10,000-കണക്കിന് താറാവാണ്. അതിനെ പല തവണയായി വണ്ടികളിലായി അവിടെ വരെ കൊണ്ടുപോയി അവിടെ തീറ്റുകയാണ്. കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഈ പറവ വസന്ത വന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ കണ്ടപ്പോൾ ആ മോളോട് വീണ്ടും ചോദിച്ചു, മോളെ എന്തുകൊണ്ട് വിശേഷം? പപ്പ പറഞ്ഞു ഇങ്ങോട്ടിങ്ങ് വരുവാണെന്നൊക്കെ പറഞ്ഞു. 7ാം ക്ലാസ്സുകാരി പറയുകയാണ്, പപ്പ ഇങ്ങ് വരുവാണെന്നൊക്കെ പറയുന്നത് കേട്ടു, ഇനി താറാവിനെയൊക്കെ ഇങ്ങ് കൊണ്ടുവരുമായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം അയാളെ ഞാൻ പള്ളിയിൽ കണ്ടു. പിന്നെ അവരുടെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചു. 12,000 ചില്ലുവാനും താറാവുണ്ടായിരുന്ന മനുഷ്യൻ തിരിച്ചു വന്നത് ഒരു താറാവ് പോലും ഇല്ലാതെയാണ്. കാരണം അവർക്കുണ്ടായിരുന്ന താറാവിൽ 12,000 ചില്ലുവാനത്തിൽ ആ ചില്ലുവാനം ബാക്കിയുണ്ടായിരുന്നു. അതിനും പല രോഗങ്ങളും പല പ്രയാസങ്ങളും ഉണ്ട്. അവിടെ ഒരാളെ അത് ഏൽപ്പിച്ചേച്ച് അവൻ അവിടുന്ന് വണ്ടി കയറി അളിങ്ങി പോയിരുന്നു. അയാൾക്ക് ധൈര്യം ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു സമയത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തീർന്നു പോയേനെ. അത്രയ്ക്ക് ധൈര്യം എനിക്കുള്ളെന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ നിന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കാനൊക്കെ ചിലപ്പോൾ പറ്റും. പക്ഷേ ആ മനുഷ്യൻ അടുത്ത സീസണിലും അയാളുടെ താറാവ് നഷ്ടപ്പെട്ടു. അത് അവിടെ വെച്ചല്ല, കുട്ടനാട്ടിൽ വെച്ച് മുഴുവൻ താറാവിനെയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 3/4 നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളതിനെ സർക്കാർ കൊല്ലുകയും ചെയ്തു. കാരണം അത് ഇങ്ങനെ പറവ വസന്ത വന്ന ഒരു സാഹചര്യത്തിൽ അത് പരക്കും എന്നുള്ളത് കൊണ്ട് ഒരു പഞ്ചായത്തോ ഒരു താലൂക്കോ അവർ കേന്ദ്രീകരിച്ച് അവിടെയുള്ള മുഴുവൻ പറവകളെയും കൊല്ലും. അങ്ങനെ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ എനിക്ക് ബോധ്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. അങ്ങനെയുള്ളവർ ഏറെയുള്ള പള്ളികളിൽ 7 വർഷക്കാലം സേവനമനുഷ്ഠിച്ച അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനാവും, അവരിൽ ഒരുവൻ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. ആ താറാവിൻ്റെ സീസണിൽ 2ഓ 3ഓ സീസണിൽ തുടർച്ചയായി നശിച്ചു പോയിട്ടും അവർ പിടിച്ചു നിന്ന് അടുത്ത സീസൺ പ്രതീക്ഷയോടെ നേടിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ അവനോടുകൂടെ മരിക്കേണ്ടതിന് പോക എന്ന് പറഞ്ഞ മോർത്തോമായുടെ പൈതൃകത്തെ മരിക്കുവാനല്ല, ജീവിതത്തിൽ ധൈര്യപൂർവമായി നേരിടുവാൻ, ധൈര്യപൂർവമായി നിലകൊള്ളുവാൻ, അത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അമ്മയപ്പന്മാർ തങ്ങൾ ജീവിതത്തെ നേരിടുന്ന ധൈര്യം കണ്ടിട്ട് നമ്മുടെ യങ്ങർ ജനറേഷൻ കുട്ടികൾ ധൈര്യം പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട്. അതെന്തുകൊണ്ടോ ആ ധൈര്യം ഇന്ന് കുറേയേറെ കുറഞ്ഞിരിക്കുന്നുവോ എന്നെനിക്ക് തോന്നുകയാണ്. മനുഷ്യർക്ക് ഭയം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കാര്യം ഞാൻ പറയുന്നത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 34-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരും കൂടെ സന്തോഷിക്കും. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, 4ഉം 6ഉം വാക്യങ്ങൾ 34-ാം സങ്കീർത്തനമാണ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്നാണ്. ഈ സങ്കീർത്തനക്കാരൻ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളുടെ തലങ്ങളെ വിശകലനം ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഇതിന് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു എന്ന് പറയുന്ന ഈ ഭാഗത്ത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുന്ന ഈ സങ്കീർത്തനത്തിൽ മുന്നമേ പറയുന്നത്, ആദ്യം പറയുന്നത് കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്ന യഹോവയെക്കുറിച്ചല്ല.
ആദ്യം ഉറപ്പായി പറയുന്നത് ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന യഹോവയെക്കുറിച്ചാണ്. നമുക്ക് സത്യത്തിൽ വേണ്ടത് കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നതിന് മുമ്പേ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന യഹോവയെക്കുറിച്ചുള്ള ബോധ്യമാണ്. നമുക്ക് രോഗം വരും മുമ്പ് രോഗഭീതി ആദ്യമായിട്ട് നേരിടുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കും, എൻ്റെ അച്ഛ എന്നെ മോളി നീ പള്ളി വന്നിരിക്കുന്നത് എന്താ പറയാമെന്നേ? അല്ലച്ച ഈ മോനെ ഇവൻ വളർന്നു വരുമ്പോൾ എന്നെ നോക്കൂ അച്ഛ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനെ നമസ്കാരമേശയിൽ കൂടെ നിർത്തണമെന്നും അവനെ പള്ളി മധുവായിൽ അവനെ 7ാം ക്ലാസ് കഴിയുമ്പം കയറ്റണമെന്നും പറയാൻ വന്നിരിക്കുന്ന അമ്മയാണ് തങ്ങളുടെ 2 മക്കളിൽ മൂത്തവനായ കൊച്ചനെക്കുറിച്ച് അച്ഛനോട് ചോദിക്കുകയാണ്, ഇവൻ വളർന്നു വരുമ്പോൾ നോക്കുവോ അച്ഛാന്ന്. എപ്പോഴത്തെ കാര്യമാണ്? പിന്നെ ഒരു കാര്യം നമുക്ക് സത്യമാണ്, നമുക്ക് ഈ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ, ഇവിടെ അങ്ങനെ അധികം കുട്ടികളെ ഇന്നിപ്പോൾ കാണുന്നില്ല. ഇന്ന് കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ കുട്ടികളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനൊരു ഭയവും സംശയവും ആവശ്യവും ഉണ്ടോ? ഞാൻ ഉള്ളത് പറയട്ടെ. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഇപ്പോഴത്തെ തലമുറയെക്കുറിച്ച് അവർ നമ്മളെ നോക്കുമോ എന്നൊരു സംശയത്തിന് ആവശ്യമില്ല. കാരണം ഉറപ്പാണ്, അവർ നോക്കത്തില്ല. കാരണം നമ്മുടെ ഗുണം ഇവർക്ക് കാണൂലേ? നമ്മുടെ സൽ സ്വഭാവം വിതിൻ സിംഗിൾ കോട്ട് അത് പിള്ളേർക്ക് കാണൂലേ? അതുകൊണ്ട് എങ്കിലും ഓർക്കുക, അവൻ 20 30 വയസ്സായി കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പോലും നമ്മളിപ്പം ആശങ്കയായി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടത് കഷ്ടത്തിൽ നിന്ന്, യഥാർത്ഥ സാഹചര്യത്തിലെ സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടും മുമ്പ് നമുക്ക് വേണ്ടിയിരിക്കുന്നത് ഭയങ്ങളിൽ നിന്നുള്ള വിടുവിക്കലാണ്. അത് സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നു എന്ന ബോധ്യം ക്രിസ്തുവോട് ചേർന്ന് പ്രാപിക്കുവാൻ ആവശ്യമാകുന്നു എന്ന് മോർത്തോമായുടെ പൈതൃകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് വളരെ വേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭയങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ഉറ്റവരുടെ വേർപാട് ചിലപ്പോൾ നമ്മെ വലിയ ആശങ്കയിലേക്ക്, ഭയങ്ങളിലേക്ക് വീണ്ടേക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടാകും, ചില വീടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, പല കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് വളരെ, നമ്മൾ പറയും അകാലത്തിൽ, അങ്ങനെ ഒരു കാലമില്ല, ദൈവം നിശ്ചയിക്കുന്ന കാലം. അപ്രതീക്ഷിത സമയത്ത് കടന്നുപോയിട്ട് ആ ഭാര്യയും മക്കളും അവരുടെ ജീവിതം തീർന്നു എന്ന് നമ്മൾ വിധി എഴുതുന്ന ഒത്തിരി അനുഭവം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയും അവർ ജീവിച്ച് ധൈര്യപൂർവമായി ജീവിതത്തെ നേരിടുന്നത് കാണുകയും ചെയ്ത അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ള ഒരു 15ഓളം വിധവമാരെ അവരുടെ കുട്ടികളുമായി ബോധ്യത്തോടെ ധൈര്യപൂർവമായി ജീവിച്ച അനുഭവം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളെയെങ്കിലും കണ്ടിട്ടുള്ള ആളുകളൊന്ന് കൈവക്കുകയും, അങ്ങനെയുള്ള ഒരാളെയെങ്കിലും കണ്ടിട്ടുള്ളവർ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങളുടെ നെടുവീർപ്പിൻ്റെ നെരിപ്പോടിൻ്റെ മധ്യത്തിൽ ജീവിച്ചിട്ടും ധൈര്യം ചോരാതെ പോയ ഒരു വിധവയെങ്കിലും കണ്ടിട്ടില്ലേ നിങ്ങൾ? തല ഉലുക്കുന്നുണ്ട്, കൈവക്കാൻ ധൈര്യമില്ല. ഉണ്ടാകും, നമുക്കുണ്ടാകും ആ ധൈര്യം. കാരണം അത് നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് മോർത്തോമ പറഞ്ഞ അവനോടുകൂടെ ധൈര്യപൂർവമായി ജീവിക്കേണ്ടതിന് നാമും പോകാ എന്ന് മാറ്റിച്ചൊല്ലണം എന്നെനിക്ക് തോന്നുകയാണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോക എന്ന് പറഞ്ഞാൽ അവനോടുകൂടെ ധൈര്യപൂർവമായി നിലകൊള്ളേണ്ടതിന് പോക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു പരീക്ഷയിൽ തോറ്റാൽ, ഒരു സാഹചര്യത്തിൽ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അതിൽ നിന്ന് ത്രാണിയുണ്ടാകുമോ എന്ന് ധൈര്യമില്ലാത്ത സാഹചര്യത്തിൽ നിലകൊള്ളുന്ന ആളുകളെ മടക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് പിൻബലം കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വിദേശത്തൊരിടത്ത് പോയപ്പോൾ
അവിടെ ഒരാളെ കണ്ടു. അദ്ദേഹം 16 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇനി ഒരു 2 വർഷം കൂടെ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഭാര്യയെയും കോളേജിൽ പഠിക്കുന്ന മോളെയും സ്കൂളിൽ പഠിക്കുന്ന മകനെയും അങ്ങോട്ടും കൊണ്ടുവന്നു. എന്നിട്ട് അവർ നിശ്ചയിച്ചു ഇനി വിദേശത്ത് തന്നെ ഇവരെ കൂടെ അവിടെ ഒരു വീടൊക്കെ എടുത്ത് ഇവരെ കൂടെ അവിടെ താമസിപ്പിക്കാമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ വാടകയ്ക്കെടുത്തു. വാടകയ്ക്കൊരു വീടെടുത്താൽ 12 മാസത്തേക്കുള്ള ചെക്ക് ലീഫ് ഒപ്പിട്ട് ഏൽപ്പിക്കണം. അഡ്വാൻസ് വലിയൊരു എമൗണ്ടും ഏൽപ്പിക്കണം, ഇൻ ദറംസ്. അതവർ ഏൽപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ഇവരവിടെ വന്ന് താമസമാക്കി. മോള് നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവൾ അധികം താമസിയാതെ അവളുടെ പഠനം പൂർത്തീകരിച്ച് ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. മോൻ 12ലാണ്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് ഭാര്യ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. ഒരു കാറും ഒക്കെ വാങ്ങി. എന്തായാലും ഇത്രയും നാളും വല്ലവരുടെ കൂടെയാണ് ഓടിയത്. എന്നാൽ പിന്നെ ഒരു കാറും വാങ്ങിക്കാം. കുറച്ചകലെയാണ് പള്ളി, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം കാറും വാങ്ങി. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവർ വന്നു. 1.5 മാസം തികയുമ്പോൾ നോട്ടീസ് കിട്ടി അദ്ദേഹത്തിന് താങ്കളുടെ ജോലിയിൽ ടെർമിനേഷൻ ഉണ്ടാവുകയാണ്. ജോലി 30 ദിവസത്തേക്ക് നോട്ടീസ് പീരീഡിലാണ്. 30 ദിവസം കഴിഞ്ഞാൽ ജോലിയില്ല. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്തൊരു ആശങ്കയാണെന്നറിയാമോ? ഭാര്യയും മക്കളെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നയാൾ നാട്ടിലെ വീടിൻ്റെ പണി ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. അത് പൂർത്തീകരിക്കണം. അതിനുവേണ്ടി എടുത്തിട്ടുള്ള ലോണുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മൂത്ത മകളാണ്. അവളുടെ പഠനം നാട്ടിലെ തീർത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. തുടർ കാര്യങ്ങളുണ്ടാകും അവൾക്ക് താമസിയാതെ. അങ്ങനെയെല്ലാം ഉണ്ട്. മകൻ്റെ പഠനത്തിന് വേണ്ടി അവിടെയുള്ള ദുബായിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുവാൻ ക്രമീകരിക്കുന്നു. വൈഫിന് അപ്പോൾ ജോലിയില്ല. ആ കാര്യങ്ങളുമായി ഭവന കാര്യങ്ങൾ നടക്കണം. വലിയ ആശങ്കയിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടു എന്ന് ഓർമ്മിക്കുകയാണ്. എന്തു ചെയ്യും ഇനി? എങ്ങനെയാകും? കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ പോകത്തക്ക രീതിയിൽ 10-14 വർഷക്കാലത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ മിച്ചമുണ്ടാക്കിയത് വെച്ച് നമുക്കുണ്ടല്ലോ, മിച്ചമുണ്ടാക്കിയത് മുഴുവനും വെച്ചൊരു വീട് വെക്കുക, പിന്നെ അതിന് ശേഷം ലോൺ അടയ്ക്കുക എന്നുള്ള ഒരു മട്ടിൽ നമ്മൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ. കുറച്ചൊക്കെ അങ്ങനെയും അദ്ദേഹം ചെയ്തു. ഇപ്പോൾ കാറും കൂടെ വാങ്ങി. നല്ലൊരു മുന്തിയ കാറ് തന്നെ വാങ്ങി. അതിൻ്റെ നല്ല വിലയുണ്ട്. നാട്ടിൽ ഏകദേശം ഒരു 40 ലക്ഷം 44 ലക്ഷം രൂപ വരുന്ന ഒരു കാറും വാങ്ങി. ചുരുക്കം പറഞ്ഞാൽ അത്രയും പ്രയാസമായി. എന്തായാലും നോട്ടീസ് പീരീഡ് അവസാനിക്കുന്നതിന് 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ആ നോട്ടീസ് പിൻവലിച്ചു. യു കുഡ് കണ്ടിന്യൂ ഫോർ അനദർ 1 ഇയർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 1 വർഷം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ആ 52 വയസ്സുകാരന് നോട്ടീസ് കിട്ടിയതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. ധൈര്യപൂർവ്വം അങ്ങനെ കിട്ടാത്ത എത്രയോ ശതകണക്കിന് ആളുകളുണ്ടെന്നറിയോ? ജീവിതത്തിൻ്റെ നെരിപ്പോടിലേക്ക് വീണു പോകുമ്പോഴും ധൈര്യപൂർവമായി അവർ നിലകൊണ്ടിട്ടാണ് ഈ ഭാരതത്തിലെ പള്ളികൾ, ഭാരതത്തിലെ സമൂഹം, ഭാരതത്തിലെ ഭവനങ്ങൾ, കേരളത്തിലെ വീടുകൾ അവയിൽ കഞ്ഞി ആകുന്നത്, കാലാകുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ വഴികളിൽ ധൈര്യപൂർവമായി മുന്നോട്ട് പോകുവാൻ മോർത്തോമയുടെ പൈതൃകം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നരുളിയ കർത്താവിൻ്റെ വാക്ക്, യോഹന്നാൻ 16 അവസാന വാക്ക്. ആ വാക്കം അതിനോട് ചേർന്ന് നാം ഓർക്കേണ്ടതാണ്. രണ്ടാമത്തെ വാക്ക് നമുക്ക് ഓർക്കുവാനുള്ളത് ഈ മോർത്തോമായോട് ചേർന്ന് ഉള്ള പ്രായോഗികമായ സാക്ഷ്യത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് യേശുവിനെക്കുറിച്ചുള്ള ബോധ്യം ആവശ്യമായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു കാര്യമാണ്. ആഴത്തിലുള്ള ക്രിസ്തു ബോധ്യം ആഗ്രഹിച്ചവനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് ധൈര്യപൂർവമായ ഒരു നിയോഗവും ധൈര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതിനൊപ്പം
ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത് നാം സുവിശേഷകനായ യോഹന്നാൻ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാനാവും. പുനരുത്ഥാനത്തിൻ്റെ ദിവസം വൈകുന്നേരമായി. യേശു ശിഷ്യന്മാർക്ക് ഒക്കെയും പ്രത്യക്ഷനായി. പക്ഷേ അക്കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. യേശു തങ്ങളുടെ സഹശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തോമസ് അറിഞ്ഞു. തുടർന്നുള്ള കാര്യം വിശുദ്ധ യോഹന്നാൻ 20 അധ്യായത്തിൽ 25 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25 വാക്യത്തിൽ പ്രത്യേകിച്ച് കാണുന്നു, അദ്ദേഹം പറയുകയാണ്, എനിക്ക് പ്രായോഗികമായി അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. I want to know him personally. I want to embrace him personally in my heart. ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകുന്നതിന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ കൈകളിൽ ആണിപ്പഴുത് എനിക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. ശാഠ്യം പിടിക്കുകയാണ്. ആണിപ്പാടുള്ളയിടത്ത് വിരലിടണം, വിലാപ്പുറത്ത് കൈയിട്ട് നോക്കണം, അല്ലാതെ എനിക്ക് വിശ്വസിക്കുവാനാകില്ല എന്നാണ്. പ്രായോഗിക സാക്ഷ്യത്തിൻ്റെ ആവശ്യകത ഓർക്കുകയാണ് അദ്ദേഹം, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ അദ്ദേഹം സംശയവും കുറ്റം പറച്ചിലും എനിക്ക് അന്നേലേ ഒക്കുള്ളൂ എന്നുള്ള ദുശാഠ്യവും അതല്ലത്. കാരണം മറ്റേ ശിഷ്യരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. അവരെല്ലാം അടച്ചിട്ട വാതിലുകൾക്കകത്താണ്. പുറത്തിറങ്ങിയത് ഏക ശിഷ്യൻ ഇദ്ദേഹമാണ്. പുനരുദ്ധാനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നടന്നത് ഏക ശിഷ്യൻ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, പുറത്തിറങ്ങുമ്പോൾ തനിക്കിത് ബോധ്യത്തോടെ സാക്ഷ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന്. അത് അദ്ദേഹം പറയുകയാണ്, ബോധ്യമായി പറയുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ ബോധ്യമാണ്, ആഴത്തിലുള്ള അറിവ്. നമ്മൾ നോക്കൂ, നമ്മൾ ഈ കുടുംബസ്ഥരായി ജീവിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ ഏറെ പേരും, അല്ലേ? നിങ്ങൾ ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന്, എന്നാൽ നിങ്ങളുടെ കണ്ണുകളും മുഖവും എന്നോട് പറയുന്നുണ്ട്. നിങ്ങൾ കൈവെക്കുകയോ ഉത്തരം പറയുകയോ, ക്ലാസ്സിൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ചമ്മാച്ചന്മാരെ വരെ കുത്താറുണ്ട് ചിലപ്പോൾ. ഞങ്ങളൊക്കെ അടിക്കാനും ഒക്കെ ഓങ്ങുകയൊക്കെ ചെയ്യും. അടിയൊന്നും കൊടുക്കത്തില്ലെങ്കിലും ചിലപ്പോൾ ഓരോന്നൊക്കെ കൊടുക്കും. അപ്പോൾ എന്നാലും അവരുടെ കണ്ണുകൾ, മുഖം നമ്മളോട് ഉത്തരം പറയണം. അത് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസംഗകനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ. അപ്പം നമ്മളൊക്കെ ഒരുവിധം കുടുംബസ്ഥരായി ഏറെ പേരും ജീവിക്കുന്ന ആളുകളാണല്ലോ. ഈ കുടുംബസ്ഥർ പരസ്പരം ആഴത്തിലുള്ള ബോധ്യം പ്രാപിച്ചു പോകണമെന്ന് ഉള്ളതാണ് എല്ലാ ബന്ധങ്ങളിലും ഉള്ള കാര്യം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, ആ ബന്ധത്തിലുള്ളവരെക്കുറിച്ച് സ്പൗസ്, പങ്കാളി എന്നൊരു പദമുണ്ട്. തമിഴിൽ അതിന് കണവൻ എന്ന പദത്തിൽ നിന്നാണ്, തമിഴ് പദമാണ്, ദ്രാവിഡ പദമാണ്. മലയാളത്തിലും കണവൻ എന്ന പദത്തിന്. അതിന് ഏതൊക്കെ ഈ സിനോണിംസ് നമുക്ക് ലഭ്യമാണ്, പര്യായ പദങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ ഭർത്താവ് എന്നുള്ളത് ഒരു പര്യായ പദമാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് പറയാൻ കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. കൂടുതൽ സ്ത്രീകളാണ് ഇരിക്കുന്നത്. എങ്കിലും ഈ കാലഘട്ടത്തിൽ പറയാൻ അതിൻ്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭർത്താവ്, ഭരിക്കുന്നവൻ. അതിൻ്റെ അർത്ഥം തോളെ കയറിയിരുന്ന് ചവിട്ടുന്നവൻ എന്നല്ല അതിനർത്ഥം. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരൊക്കെ കാണുമായിരിക്കാം. അങ്ങനെയല്ല അതിനർത്ഥം. ഭരിക്കുന്നവൻ. വേറെ ഏതൊക്കെ പദമുണ്ട്? ചുമ്മാ ചോദ്യമൊന്നും ചോദിക്കാതെ അച്ഛാ ഉള്ളത് പറഞ്ഞേച്ച് പോച്ചാ. മനസ്സുകൊണ്ട് അകലണ്ട. എന്നാലും മനസ്സിൽ നിങ്ങൾ അർത്ഥം പദം വരുത്തുമ്പോൾ എനിക്കത് കിട്ടും, മുഖത്ത് കിട്ടും. കണവനെന്നുണ്ട്, ഭർത്താവെന്നുണ്ട്, പിന്നെന്തൊക്കെ പദമുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു. പതി, പതി, പതിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് പതിക്കുന്നവൻ? കൈ പതിപ്പിക്കുന്നവൻ എന്നാണ്. ആണ്. സ്നേഹം പതിപ്പിക്കുന്നവൻ. അതൊരാഴത്തിലുള്ള ബോധ്യത്തിൻ്റെ പദമാണത്. പതി എന്നുള്ളത് ആഴത്തിലുള്ള ബോധ്യത്തിലാണ് കണവൻ എന്ന വാക്കും വന്നിരിക്കുന്നത്. രമണൻ എന്നൊരു പദമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? രമിപ്പിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം.
രമിപ്പിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഭർത്താവുണ്ട്, രമണനുണ്ട്, പതിയുണ്ട്, കാന്തൻ. അത് ചിലപ്പം അക്ഷരമൊക്കെ മാറ്റി ചില്ലൊക്കെ മാറ്റിയിട്ടായിരിക്കും ചിലപ്പം ദേഷ്യം വരുമ്പോൾ പറയുന്നത്. കാന്തനല്ലച്ച എന്ന് പറഞ്ഞ് വേറെ ചിലപ്പോൾ അതിന് അക്ഷരങ്ങളുമൊക്കെ മാറ്റിയേക്കും ചിലപ്പോൾ. അതെന്തെങ്കിലും ആകട്ടെ, വീട്ടുകാർ ഭാര്യയും ഭർത്താവില്ല, അതൊക്കെ അവർക്ക് വഴക്കിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഈ പദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അവർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് നമുക്ക് ഈ ദമ്പതികൾക്കുണ്ടായത് എങ്ങനെയാണ്? അതവർ ഒരുമിച്ച് ജീവിച്ച്, ഒരുമിച്ച് ഇടപെട്ട്, ഒരുമിച്ച് അനുഭവിച്ച്, എല്ലാം ഒരുമിച്ച് അനുഭവിച്ച് അവർക്ക് കാലങ്ങളായി ഉണ്ടായ അനുഭവമാണ്. അതിലാണ് ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകുന്നത്. അതല്ലാതെ ഇന്നലെ കണ്ടു പിറ്റേന്ന് ഞാൻ അവനെ തന്നെ കെട്ടും, ഞാൻ അവളെ തന്നെ കെട്ടും എന്നും പറഞ്ഞാൽ അതല്ല. ആഴത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് വളരെ പ്രാധാന്യവത്തായി നടന്നെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ ബന്ധത്തിലാണ് അതുണ്ടാകേണ്ടത്. അതിലാണ് ഈ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത വരുന്നത്. നേരു പറയണം അങ്ങു വിളിക്കയിൽ പേരുമധുരമായി തീരുവതെങ്ങനെ. നേരു പറയണം അങ്ങ് എന്നെ പേര് വിളിക്കയിൽ ആ പേര് മധുരമായി തീരുവതെങ്ങനെ. അത് ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. അത് എടീന്ന് വിളിച്ചാലും അങ്ങനെയാണ്, പേര് വിളിച്ചാലും അങ്ങനെയാണ്. ഓർക്കണം, അത് നേരു പറയണം അങ്ങു വിളിക്കയിൽ എൻ പേരു മധുരമായി തീരുവതെങ്ങനെ. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത പിന്നെയുമുണ്ട്. നേരു പറയണം അങ്ങ് തൊടുമ്പോഴൻ മേനി വിപഞ്ചികയാവുവതെങ്ങനെ. വിപഞ്ചിക എന്ന് പറഞ്ഞാൽ മലയാളം എല്ലാം പോയോ? വീണ മീട്ടുന്നതാണ്. നേരു പറയണം അങ്ങ് തൊടുമ്പോഴൻ മേനി, എൻ്റെ ശരീരം വിഭഞ്ചികയായി മാറുന്നതെങ്ങനെ. അത് ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണ് എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഈ ആഴത്തിലുള്ള ബന്ധം നേടണം എന്നുള്ള ആഗ്രഹത്തോടെ, അതിന് പ്രാധാന്യമുണ്ട് എന്ന ബോധ്യത്തോടെ തോമസ് ലീഹ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ അവൻ്റെ ആണിപ്പാട് കാണണം, അതിൽ തൊടണം, അതിൽ വിരലിടണം എന്നൊക്കെ പറയുന്ന ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഒരു വശമാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. എന്നെ കേൾക്ക സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിനോട് ആഴത്തിലുള്ള ബന്ധം പാലിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? Are we genuinely in relation with the risen Lord? We should question ourselves every now and then. നമുക്ക് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനോട് ആഴത്തിലുള്ള ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൊച്ചു കാര്യത്തിൽ നമ്മൾ തകർന്നടിഞ്ഞു പോവുമോ? ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇല്ലാതെയായി പോകുമോ? ചെറിയ നേട്ടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി നമ്മൾ വേണ്ടാത്ത വഴി ചിന്തിക്കുമോ? എന്നോട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റിനെ കോപ്പി അടിച്ചതിന് പിടിച്ചു. അതിന് അവൻ്റെ പേര് റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറയാൻ ചെന്നത് ഒരു സഭയിലെ മെത്രാച്ചനും കൂടെ ആയിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ സഭയിലെ അല്ല. കാണുമായിരിക്കും എന്തോ ഒരു കൊള്ളരുതഴികയാണ് നടക്കുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ആളുകളും. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ലാഭത്തിന്, കൊച്ചു കൊച്ചു ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് വിപരീതമാണെന്ന് നമ്മൾ എന്നാ പഠിക്കുക? പള്ളിയിൽ അച്ഛനാകാൻ പഠിക്കാൻ ഞാൻ നടക്കുക, ഞാൻ കോപ്പി അടിച്ചേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യും? അത് കൊള്ളൂല. ക്രിസ്തുവിനോട് ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകണം. ആ ബന്ധമാണ് കല്ലറയ്ക്കപ്പുറത്ത് ജീവിതമുണ്ട്, ജീവനുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ദറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അതൊരു കൊച്ചു കാര്യമല്ല.
ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കണക്കാക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖന കർത്താവ് പൗലോസ്ലീഹ തൻ്റെ മരണം മുന്നിലുള്ളപ്പോൾ തന്നെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതുമ്പോൾ പറയുന്നത്, എനിക്ക് ഭവിച്ചത്, ഫിലിപ്പിയ ലേഖനമാണ് 1-ാം അധ്യായം, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് കാവൽ പട്ടാളത്തിലുള്ളവർ ഒക്കെയും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലുമൊക്കെ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ജയിലിൽ നിന്നോ കോടതിയിലേക്കോ, കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്കോ കൊണ്ടുപോകുന്ന പിടിക്കപ്പെട്ട ആളുകളെ ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് ഈ കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ട സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ അവർ സ്വാതന്ത്ര്യമൊക്കെ ദുരുപയോഗം ചെയ്ത് ചാടിപ്പോകാനും ഒക്കെ ഒരുങ്ങുമായിരിക്കാം. എന്നാൽ ഈ പൗലോസ്ലീഹായെയും മറ്റും കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമല്ല, കൈ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന അല്ല. അത് അവർ ജയിലിലേക്ക് പോകുന്നതോ യാത്ര പോകുന്നതോ കപ്പലിലാണെന്ന് വിചാരിക്കുക. കപ്പലിലെ കാര്യവും കാവൽ പട്ടാളത്തിൻ്റെ കാര്യവുമാണ് അവിടെ പരാമർശിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 12 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ കാവൽ പട്ടാളത്തിലുള്ളവരുടെ കാര്യം പറയുന്നത് അവരുടെ നടുവിലിരിക്കുന്ന പടയാളികളുടെ നടുവിലിരിക്കുന്ന പൗലോസ്ലീഹയുടെ കാല് ആമത്തിലിട്ടിരിക്കുകയാണ്. കാലൊരു തടിക്ക് കിഴുത്തുണ്ടാക്കിയിട്ട് ആ കിഴുത്തക്കകത്തൂടെ കാല് കീഴോട്ട് കയറ്റിയിരിക്കുകയാണ്. ഈ കപ്പൽ തകർന്നു പോയാൽ ഇവൻ തടിയിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുകയില്ല, അവൻ വെള്ളത്തിൽ മരിക്കണം. ഇടത്തെ കാലും അതുപോലെ ആമത്തിലാണ്. കൈയോ ഇങ്ങനെ അവൻ്റെ കൈകൾ പരസ്പരം ബന്ധിക്കുകയല്ല. ഈ വലത്തുവശത്തിരിക്കുന്ന പടയാളിയുടെ ഇടത്ത് കൈയോട് ബന്ധിച്ചിരിക്കും. ഇടത്തിരിക്കുന്നവൻ്റെ വലത്ത് കൈയോട് ബന്ധിച്ചിരിക്കും. ഇങ്ങനെ ബന്ധിച്ച് പോകുമ്പോൾ കാവൽ പട്ടാളത്തിൽ വലത്തിരിക്കുന്നവനും ഇടത്തിരിക്കുന്നവനും ബോധ്യപ്പെടുകയാണ്, എൻ്റെ ഈ ബന്ധനം കർത്താവ് നിമിത്തമാകുന്നു എന്ന്. അതൊരു സാക്ഷ്യത്തിൻ്റെ ആഴത്തിലുള്ള ബോധ്യമാണ്. ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബോധ്യം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ രോഗാവസ്ഥകളിൽ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബോധ്യം നമ്മുടെ നഷ്ടങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബോധ്യം നമ്മുടെ ഒറ്റപ്പെടുത്തലുകളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറ്റവരുടെ വേർപാടിങ്കൽ നമുക്കുണ്ടാകട്ടെ. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. മൈക്കുണ്ടായതുകൊണ്ട് നിങ്ങൾ കേട്ടെന്നേ ഉള്ളൂ. ഞാൻ എന്നോട് തന്നെയാണ്. ഐ ആം സ്പീക്കിംഗ് ടു മൈസെൽഫ് that I should become courageous enough having good personal relationship with Jesus Christ. അത് നമ്മൾക്ക് വേണം. അതുകൊണ്ട് അതാണ് മോർത്തോമായുടെ പൈതൃകം ഇന്ന് ഈ ദിവസാചരണത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. വളരെ സമയ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നാം 2 കാര്യം കണ്ടു. ക്രിസ്തുവിനോടുള്ള പ്രായോഗിക സാക്ഷ്യത്തിൻ്റെ ആവശ്യകത, ജീവിതത്തിലുള്ള ആഴമായ ബന്ധം, അത് മോർത്തോമ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവനോടുകൂടെ ജീവിക്കേണ്ടതിന് നാമും പോകാം എന്ന ബോധ്യവും ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ജീവിത സാക്ഷ്യത്തിൻ്റെതാണ്. ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ഉള്ള ഒരുക്കത്തിൻ്റെതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ മോർത്തോമായെക്കുറിച്ച് ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യേശുവിനെ കണ്ടിട്ട്, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. വിശുദ്ധ യോഹന്നാൻ 20-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് 14-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആ കാര്യം ചേർത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സാക്ഷ്യം ആവശ്യമുണ്ട്
എന്ന ബോധ്യം കൈമാറുകയാണ്. ജീവിതത്തിൻ്റെ സാക്ഷ്യബോധ്യമാണ്. പരിശുദ്ധനായ മോർ തോമസ് ശ്ലീഹ നമുക്ക് നൽകുന്നത് ഈ ബോധ്യത്തിൻ്റെ അനുഭവമാണ് എന്ന് ഓർക്കണം. ജീവിതത്തിൽ സാക്ഷ്യം നിർവഹിക്കുവാൻ നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് കുറച്ചൊക്കെ ആകുന്നതോളം നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളായി നമുക്ക് ഇൻറ്റഗ്രിറ്റിയും സത്യസന്ധതയും നന്മയും ചേർത്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട്. ജീവിതത്തിൽ നമുക്ക് മാർത്തോമ നൽകുന്ന സാക്ഷ്യാനുഭവത്തിൽ സ്ഥായിയായ ധൈര്യബോധത്തിനും ആഴത്തിലുള്ള അനുഭവത്തിനുമൊപ്പം ഈ സാക്ഷ്യാനുഭവം കൂടെ ചേർത്ത് വെക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വിദ്യാർത്ഥി കാലഘട്ടത്തിലാകട്ടെ, ഞാൻ പിന്നീട് കുടുംബസ്ഥനായ ശേഷം സാക്ഷ്യത്തോടെ ജീവിച്ചു കൊള്ളാം എന്നല്ല, ഇപ്പോൾ അവ ആയിരിക്കുന്ന സമയത്ത്. ഞാൻ മെത്രാച്ചനായ ശേഷം ഞാൻ സാക്ഷ്യം നിർവഹിച്ചു കൊള്ളാം എന്ന് അല്ല ഞാൻ ചിന്തിക്കേണ്ടത്, ഇപ്പം അത് നിർവഹിക്കുന്ന കാര്യമാണ്. ഞാൻ അച്ഛനായ ശേഷം ചെമ്മാശൻ പറയുകയാണ്, അച്ഛനായ ശേഷം നിർവഹിച്ചു കൊള്ളാം. നോ 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 നോ. In what status you are expected to bear witness to Jesus Christ in our personal lives. നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യത്തിൻ്റെ അനുഭവം നിർവഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളും ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. ആ സാക്ഷ്യം നമുക്ക് എല്ലായ്പ്പോഴും വേണ്ടതാണ്. ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്രസംഗ ശുശ്രൂഷ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഓർത്ത ഒരു കാര്യം, പലപ്പോഴൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഓർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഒരിക്കൽ ഈ TV ഒക്കെ വന്ന ആ ഇടയ്ക്കാണ്. TV പ്രസംഗം കേൾക്കുകയും കാണുകയും ചെയ്യാം. അപ്പോൾ അതിൽ ഒരു സ്ത്രീ പ്രസംഗിക്കുകയാണ്, ഞാൻ ഏറെക്കാലം വേണ്ടാത്ത ജീവിതം നയിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ അതൊക്കെയും വിട്ടുപിരിഞ്ഞു. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ അനേകം യൗവനക്കാരെ വഴിവഴപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മാർഗത്തിൽ നിന്നൊക്കെ പിന്മാറി ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന അനുഭവത്തിലാണ് ഞാനെന്ന്. ഈ കാര്യം കേട്ടപ്പോൾ എനിക്കൊരു പ്രസംഗകനാകുവാനുള്ള ത്വരയോടെ ഇത് കേട്ടുകൊണ്ടിരുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ദുഃഖം തോന്നി. കാരണം ഇവർ പറയുന്നത് പോലെ കുറച്ച് നാൾ വേണ്ടാധീനത്തിൽ ജീവിച്ചേച്ച് പിന്നെ ഇപ്പം സാക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു പോരായ്മ എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് തൊട്ടടുത്ത നിമിഷം മുതൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഒരിക്കൽ വീണുപോയിട്ട് എന്നേക്കുമായി അതിൽ ജീവിക്കുന്നതിന് പകരം എഴുന്നേറ്റ് വരുന്നത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അത് സാക്ഷ്യം വേണം. എന്നാൽ അതിനേക്കാളും പ്രയാസതരവും അതിനേക്കാൾ ദൈവം പ്രതീക്ഷിക്കുന്നതുമായ ഒന്ന്, വീണുപോകാതെ സാക്ഷ്യത്തോടെ ജീവിതം നമ്മുടെ കൊച്ചനുഭവങ്ങളിലെങ്കിലും അത് നിർവഹിച്ചു കൊണ്ടുപോകുന്നതാണ്. അത് വലിയ പ്രയാസമാണ്. ഒരിക്കൽ വീണിട്ട് പിന്നെ എഴുന്നേറ്റ് വരുന്നതിനേക്കാൾ വീഴാതെ മുന്നോട്ട് പോകുവാൻ ക്രിസ്തുവിൻ്റെ ബലം നമുക്ക് പ്രാപിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നെനിക്ക് ആ TV പ്രസംഗത്തോട് ചേർത്ത് ഓർക്കുവാൻ ആവശ്യമുണ്ട്. ജീവിതത്തിൽ സാക്ഷ്യത്തിൻ്റെ അനുഭവം അത് നമുക്കെല്ലായ്പ്പോഴും നിലനിർത്തേണ്ടത് ആവശ്യമുണ്ട്. സിൻസിയറിറ്റി എന്നുള്ള പദത്തിന് ആത്മാർത്ഥത എന്ന പദം നമ്മൾ അർത്ഥമായി വെക്കും. എന്നാൽ ആ പദം പഠിച്ചിട്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസ്, ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആ പദത്തിന് അർത്ഥം കൽപ്പിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, സിൻസിയർ എന്ന പദം 2 പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. സെനെ സെറെ. അതിൻ്റെ അർത്ഥം മെഴുകില്ലാത്തത് എന്നാണ്, മെഴുക് ചേരാത്തത് എന്നാണ്. ഇപ്പം ഇത് തടി കൊണ്ട്, ഇത് ഫൈബറാണെന്ന് തോന്നുന്നു, ഇത് തടി കൊണ്ടുള്ളതാണെന്ന് വെക്കുക. ഈ തടി കൊണ്ടുള്ള ഈ പോഡിയം
ഇതിന് മെഴുക് ചേർക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇതിന് പോടുണ്ടാകുമ്പോൾ, ഇതിന് ചേർപ്പ് വരുമ്പോൾ അവിടെ മെഴുക് ചേർത്ത് വെക്കും. ആണി അടിച്ച് വെക്കുകയാണെങ്കിൽ ആണി അടിച്ച് കയറിയിടത്ത് കുഴിവുള്ളത് കൊണ്ട് അവിടെ മെഴുക് പുരട്ടി വെക്കും. അപ്പം മെഴുകില്ലാത്തതെന്ന് പറഞ്ഞാലോ ഊനമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. സിൻസിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഊന് വരുത്താതെ, കുറവ് വരുത്താതെ നിലനിർത്തുക, ദൈവത്തോട് ചേർത്ത് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് ഒപ്പം ചേർത്ത് ക്രിസ്തു ജീവിതത്തിന് കലർപ്പില്ലാത്ത സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെടുകയും അത് നമ്മുടെ പൂർവികർ വഴി ഇന്നോളം കൈമാറുകയും ചെയ്യുന്ന, അവനോടുകൂടെ മരിക്കേണ്ടതിനല്ല അവനോടുകൂടെ ജീവിക്കേണ്ടതിന് ഒരുങ്ങിയ ആ സാക്ഷ്യമുള്ള നമ്മുടെ പിതാവിനെ ഓർക്കാൻ, അവനോടുകൂടെ മരിക്കുവാനല്ല, ജീവിതത്തിൽ ക്രിസ്തുവിനോട് ആഴത്തിലുള്ള ബന്ധം പുലർത്തി ആ ജീവിതത്തിൻ്റെ ധൈര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കാകണം. ഒപ്പം തന്നെ സാക്ഷ്യബോധ്യത്തോടെ പോകുവാനും നമുക്ക് ആകണം. മോർത്തോമായുടെ അഭിമാനമുള്ള പൈതൃകം സൂക്ഷിക്കുവാൻ നമുക്ക് വിളിയുണ്ട്. ആ വിളി തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കൈമാറി തന്ന പത്രോസ്, പൗലോസ് ലീഹന്മാരുടെ നാമത്തിലാണ് പരുമലയിലെ പള്ളിയുള്ളത്. ഇപ്പോൾ അവിടെ നാം പ്രത്യേകിച്ച് പരുമലമാ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥത്തോട് ചേർന്ന് അതിനെ കാണുകയാണ്. അവർ മോർത്തോമായുടെ പൈതൃകത്തിൽ സാക്ഷ്യത്തോടെ നമ്മെ വിളിക്കുകയാണ്. ആ സാക്ഷ്യം സ്വീകരിക്കുവാനും നിലനിർത്തുവാനും മുന്നേറുവാനും നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവഭക്തിയുടെ അനുഭവം പകരുന്നതിന് ഇതും നിങ്ങളുടെ കുടിവരവും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഡു pray for us.